ചൈനീസ് വാസ്തുകലയെ ഫെങ്ഷു പ്രകാരം ഓരോ 20 വർഷങ്ങൾ മാറുമ്പോഴും പ്രകൃതിക്കൊരു മാറ്റം ഉണ്ടാവുമെന്നാണ് ഫെങ്ഷുയിൽ പറയുന്നത്. അതിന് കൃത്യമായിട്ടുള്ള ആ ഒരു ടൈം പീരീഡ് ഫെങ്ഷുയിലുണ്ട്. 1984 മുതൽ 2004 വരെയുള്ള 20 കൊല്ലം, അത് പീരീഡ് 7ന്റെ കാലഘട്ടമായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ നമ്മൾ കിഴക്ക് ദർശനത്തിൽ 80 ഡിഗ്രിയിൽ ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ ആ വീടിന്റെ ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങൾ വ്യത്യസ്തമായിരിക്കും. 2004 കഴിഞ്ഞു, 2005നും 2024നും ഇടയ്ക്ക് നമ്മളൊരു വീട് വെച്ചാൽ അത് പീരീഡ് 8 എന്ന് പറയുന്ന കാലഘട്ടമാണ്. അപ്പോൾ അതേ 80 ഡിഗ്രിയിൽ തന്നെ വീട് വെക്കുമ്പം നേരത്തെ വന്ന നമ്പറുകളല്ല ഇപ്പോഴത്തെ വീട്ടുകളിൽ അത് വന്നിരിക്കുന്നത്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 1985 വെച്ച ഒരു വീടും 2005 വെച്ചൊരു വീടും 2025 വെച്ച വീടും സെയിം പ്ലാനും സെയിം മെഷർമെന്റും സെയിം ഡിഗ്രിയും ആണെങ്കിലും അതിൽ വന്നിരിക്കുന്ന ഫ്ലൈങ് സ്റ്റാർ നമ്പറുകൾ ഈ 3 കാലഘട്ടത്തിന്റെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഈ ഫ്ലൈങ് സ്റ്റാർ നമ്പറുകളെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ വീട് വെക്കാൻ. കാരണം ആ നമ്പറുകൾ ഏതൊക്കെ ദിക്കിൽ വരുന്നു, അത് നമ്മളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. നമുക്ക് വാസ്തുവിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിനെ കറക്റ്റ് സെൻട്രാക്കി എടുക്കുക. കിഴക്ക് ദർശനമുള്ള വീടാണെങ്കിൽ കിഴക്കിന്റെ പകുതിയിൽ നിന്നും വടക്ക് കിഴക്കിലേക്ക് പ്രധാന വാതിൽ വെക്കാം. വടക്ക് ദർശനമുള്ള വീടാണെങ്കിൽ വടക്കിന്റെ പകുതിയിൽ നിന്നും വടക്ക് കിഴക്കിലേക്ക് പ്രധാന വാതിൽ വെക്കാം. ഈ രീതിയിൽ അതിനെ നമുക്ക് ക്രമീകരിക്കാമെന്നാണ് വാസ്തുവിൽ പറയുന്നത്. പക്ഷെ ഫെങ്ഷുയിൽ അങ്ങനെ അല്ല പറയുന്നത്. നിങ്ങളുടെ വീടിന്റെ ഫ്ലൈങ് സ്റ്റാർ ചാർട്ട് എടുത്ത് അത് വീടിന്റെ പ്ലാനുമായിട്ട് സൂപ്പർഇമ്പോസ് ചെയ്തിട്ട് ആ ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രത്തെ ബേസ് ചെയ്തിട്ട് മാത്രമേ പ്രധാന ഡോർ പണിയാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം പല വീടുകളിലും വീടിന്റെ ഫ്ലൈങ് സ്റ്റാർ എടുത്തുകൊണ്ട് മാത്രം അവരുടെ പ്രശ്നങ്ങൾ നമുക്ക് പറയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി മറ്റൊരു കാര്യം കൂടെ പറയട്ടെ. നിങ്ങൾ ഇവിടെ ഒരു വീട് വെച്ചു. ഇവിടെ ഒരു വീട് വെച്ചപ്പോൾ ഈ വീട് നിങ്ങൾക്ക് ഇപ്പൊ നിലവിലുള്ള വീട് ഇത്രയേ ഉള്ളൂ എന്ന് കരുതുക. അതായത് ഈ വീടിനെ ഞാൻ കറക്റ്റ് 3ൽ 2 ഭാഗം എടുത്തു. ഈ ബ്ലൂ കാണുന്ന ഇത്രയും ഭാഗം നിങ്ങൾക്ക് നിലവിലുള്ള ബിൽഡിംഗ് ഉണ്ട്. ഇപ്പൊ നിങ്ങളിൽ കുറച്ച് സാമ്പത്തികമൊക്കെ വന്നു. നിങ്ങൾ എന്ത് ചെയ്തു? ഇതിന്റെ ഒരു 1/3 3/1 കൂടെ നിങ്ങൾ പുതുക്കി പണിഞ്ഞപ്പോൾ വീട് ഇത്രയ്ക്കും വേണ്ടി മാറി. അപ്പോൾ നേരത്തെ നിങ്ങളുടെ വീട് കിഴക്ക് ദർശനമായിരുന്നു, ഇവിടെ 2 ഫ്ലൈങ് സ്റ്റാർ നമ്പറുകൾ ഉണ്ടായിരുന്നു എന്ന് കരുതുക. പക്ഷെ ഈ നമ്പറുകളും ഇവിടുത്തെ സ്റ്റാറുകളും മൊത്തം ഇപ്പൊ ചേഞ്ച് ആയി. കാരണം വീട് 1/3 പുതുക്കി പണിഞ്ഞപ്പോൾ നേരത്തെ നിങ്ങൾ 2004നും 2024നും ഇടയ്ക്ക് വെച്ചിരുന്ന വീട് പീരീഡ് 8ന്റെ വീടായിരുന്നു. അപ്പോഴത്തെ ഫ്ലൈങ് സ്റ്റാർ നമ്പറുകൾ വേറെ ആയിരുന്നു. വീട് പുതുക്കി പണിഞ്ഞപ്പോൾ ഇത് പീരീഡ് 9ലേക്ക് കൺവെർട്ട് ആയപ്പോഴത്തേക്ക് ഈ ഫ്ലൈങ് സ്റ്റാർ നമ്പറുകൾ മൊത്തം മാറി. അപ്പൊ ചിലത് പറയുന്നത് കേട്ടിട്ടില്ലേ, സാറേ വീട് പുതുക്കി പണിഞ്ഞതിന് ശേഷം മൊത്തം കഷ്ടകാലമാണ്, അതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു പറയുന്നുണ്ട്. ആ ഫ്ലൈങ് സ്റ്റാർ നമ്പറുകൾ മാറി, വീടിന്റെ മൊത്തത്തിലുള്ള കണക്ക് മാറി. കണക്കെന്ന് പറയുന്നത് ചുറ്റുള്ളവന്റെ കണക്കല്ല ഞാൻ പറയുന്നത്, വീടിന്റെ ഫ്ലൈങ് സ്റ്റാർ നമ്പറുകളുടെ കണക്ക് മാറിയപ്പോൾ അത് പല രീതിയിലും നമ്മളെ ദോഷമായിട്ട് സ്വാധീനിക്കാൻ തുടങ്ങി. അപ്പോൾ മാറുന്ന കാലഘട്ടത്തിനനുസരിച്ചിട്ട് നമ്മൾ വീട് വെക്കുമ്പോൾ അതനുസരിച്ച് ഫ്ലൈങ് സ്റ്റാർ നമ്പർ കൂടി നോക്കണം. അതിനും കൂടെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മാത്രം വേണം വെക്കാൻ. അപ്പോൾ വാസ്തുവും ഫെങ്ഷുയും രണ്ടും കൂടെ ക്ലബ്ബ് ചെയ്ത് നിങ്ങളൊരു വീട് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ചൈനീസ് വാസ്തുകലയായ ഫെങ്ഷുയിലൂടെ സാധിക്കുന്നതാണ്. നമുക്ക് ഫെങ്ഷുയുടെ ചില ടൂളുകൾ നോക്കാം. ഇത് ഒരു വൈറ്റ് ക്രിസ്റ്റലിന്റെ ലോക്കറ്റ് ആണ്. കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് നമുക്ക് വൈറ്റ് ക്രിസ്റ്റൽസ് ഉപയോഗിക്കാം. ഇത് ബ്ലാക്ക് ടോർമാൽ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു പെൻഡന്റ് ആണ്. ശരീരത്തിൽ നെഗറ്റീവ് എനർജികളെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ പെൻഡന്റ് ഉപയോഗിക്കാം. ഇത് ടൈഗർ ഐ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൻഡന്റ് ആണ്. ഇത് എപ്പോഴും നല്ല ആക്റ്റീവായിട്ട് നിൽക്കാൻ വേണ്ടി നമുക്കത് ഉപയോഗിക്കാം. ഇത് അമിത്തിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൻഡന്റ് ആണ്. ഇത് ശരീരത്തിലെ നെഗറ്റീവ് എനർജികളിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യും. എപ്പോഴും ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ കിട്ടും. അപ്പൊ ഇത്തരത്തിലുള്ള സ്റ്റോൺസുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി 4 അനിമൽസിനെയും കൂടെ നോക്കാം. വീടിന്റെ 4 ദിക്കുകൾ 4 സ്വർഗീയ മൃഗങ്ങളെ സംരക്ഷിക്കുന്ന സൗത്തിൽ ഒരു ഫീനിക്സ് ബേർഡ്, ഈസ്റ്റിൽ ഒരു ഗ്രീൻ ഡ്രാഗൺ, നോർത്തിൽ ഒരു ടോർട്ടോയിസ്, വെസ്റ്റിൽ ഒരു വൈറ്റ് ടൈഗർ. അങ്ങനെ 4 അനിമൽസ് 4 ദിക്കുകളാൽ സംരക്ഷിക്കപ്പെടുന്നു എന്നാണ് ചൈനീസ് വിശ്വാസം. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.